കുറെ പേർക്ക് വിവരമില്ലെന്ന് കേൾക്കുന്ന ജനങ്ങൾക്കൊന്നും വിവരമില്ലാത്ത ആൾക്കാരല്ല. ഒറ്റയൊരാൾ മതി നശിപ്പിക്കാനായിട്ട്, താറുമാറാക്കാൻ. ഒരു കുടുംബം എനിക്കിവിടെ കളിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല. ഇതൊന്നും ഈ വിവരമില്ലാത്ത ശ്വേതാമേനോൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതായത് സിനിമ പറയുന്ന കാര്യങ്ങൾ എന്താണ്? 1 കോടി രൂപയുടെ കണക്കുകൾ കാണിച്ചിട്ട് 75 ലക്ഷം ശ്വേതാമേനോൻ തുടങ്ങിയ ഭാരവാഹികൾക്ക് ബോധമില്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ബോധമുണ്ട്. ശ്വേതാമേനോനും രമേഷ് പിഷാരടിയുമായിട്ടുള്ള സംഭാഷണം ലീക്കായിരിക്കുകയാണ്. ഇതിന്റെ ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, രമേഷ് പിഷാരടി ഒരു അനുരഞ്ജന ശ്രമത്തിനാണ് ശ്രമിക്കുന്നത്. അത് നമുക്ക് ആ ഓഡിയോ ക്ലിപ്പുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. വളരെ സംസ്കാരത്തോടുകൂടി, വളരെ ശാന്തതയോടുകൂടി, എന്താണ്, അദ്ദേഹത്തിന്റെ ആ വിദ്യാഭ്യാസം, അദ്ദേഹത്തിന്റെ ആ നിലവാരം തെളിയിക്കുന്ന രീതിയിലുള്ള സംഭാഷണമാണ് രമേഷ് പിഷാരടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ ശ്വേതാമേനോൻ അപ്പോഴെല്ലാം പറയുകയാണ്, എന്തിനാണ് ഈ ശ്വേതാമേനോൻ എടുത്തിരുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ജനറൽ ബോഡിയുടെ അന്ന് നടന്ന കാര്യങ്ങൾ ശ്വേതാമേനോൻ എടുത്തിടുകയാണ്. അതായത് മൈക്ക് മേടിച്ചു വെച്ചു, മല്ലിക ആന്റിയുടെ കയ്യിൽ നിന്ന് മൈക്ക് മേടിച്ചു, എന്താണ്, പല കാര്യങ്ങളുമാണ് അന്ന് നമ്മുടെ ബാബുരാജ് പറയുന്നതിന് എതിരായിട്ടൊക്കെയുള്ള കാര്യങ്ങളെ കൂടിയാണ് രമേഷ് പിഷാരടിയോട് ശ്വേതാമേനോൻ സംസാരിക്കുന്നത്. പക്ഷേ രമേഷ് പിഷാരടി വളരെ, എന്താണ്, അനുഭാവപൂർവ്വം, അതായത് അദ്ദേഹം ആരുടെയും സൈഡല്ല പറയുന്നത്. അദ്ദേഹത്തിന് വളരെ അറിവുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ വളരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നും ഈ വിവരമില്ലാത്ത ശ്വേതാമേനോൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതായത് പല കാര്യങ്ങളായി ഈ ശ്വേതാമേനോൻ അറിവില്ല, വിവരമില്ല, ഒരു കാര്യങ്ങളും ഒരു ചുക്കും അറിയില്ല എന്നത് തെളിയിച്ചിരിക്കുകയാണ് നമ്മളോട്. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ പറയാതിരിക്കും? ഇത്രയും അറിവുള്ള ഒരു രമേഷ് പിഷാരടിയുടെ സംഭാഷണം, അതായത് പേഴ്സണലായിട്ട് സംസാരിച്ചിരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ ശ്വേതാമേനോൻ പുറത്തുവിട്ടിരിക്കുന്നത്. അത്രയും അറിവ് ഇല്ലാത്ത ഒരു സ്ത്രീയുടെ കൂടെ എങ്ങനെയാണ് ഇവർ ജോലി നോക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ സഹപ്രവർത്തകരെന്ന് സമ്മതിക്കുന്നത്? അതായത് മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അമ്മയുടെ പ്രശ്നത്തിൽ അമ്മയിൽ പല കാര്യങ്ങളും പ്രശ്നങ്ങളായി വന്നിട്ടുണ്ട്, ഇഷ്യൂസായി വന്നിട്ടുണ്ട്. അതിനകത്തൊന്നും അമ്മയുടെ പ്രസിഡന്റായ ശ്വേതാമേനോൻ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ആ കാര്യങ്ങളാണ് ജനറൽ ബോഡിയിൽ ഞങ്ങൾ പരിഹരിച്ചു തരും, ജനറൽ ബോഡി ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് എല്ലാം എടുത്ത് അങ്ങോട്ട് തലയിലോട്ട് വെച്ച് തരും എന്നുള്ള രീതിയിൽ ഈ ശ്വേതാമേനോൻ സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് ഈ അൻസിബ തന്നെ ക്ഷമിച്ചു നിൽക്കുകയായിരുന്നു. മാസങ്ങളോളം വർഷങ്ങളോളം ക്ഷമിച്ചു നിൽക്കുകയായിരുന്നു. എന്താണ്, ജനറൽ ബോഡിയുടെ കാര്യം എടുത്തിട്ട് അന്നാണെങ്കിൽ അങ്ങ് പരിഹരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അതുവരെ ക്ഷമ ചെയ്തുകൊണ്ട് ഈ അൻസിബ നിന്നു. എന്നിട്ട് പോലും ആ കുട്ടിക്ക് അവിടെ നീതി കിട്ടിയിട്ടില്ല. രമേഷ് പിഷാരടി, ബാബുരാജ്, എന്താണ്, മാലാപാർവതി, ഒരുപാട് ആൾക്കാർ ഇതുപോലെയുള്ള, എന്താണ്, ജഗദീഷ്, ഇതുപോലെയുള്ള നല്ല നല്ല സംസ്കാരമുള്ള, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള ആൾക്കാരവിടെ സംസാരിച്ചപ്പോഴും ശ്വേതാമേനോൻ തുടങ്ങിയ ലക്ഷ്മിപ്രിയ, ശ്വേതാമേനോൻ, കുറെ അംഗങ്ങൾ, അവരുടെയൊക്കെ, എന്താണ്, അവരുടെയൊക്കെ തോന്നിവാസം നടന്നില്ല എന്നുള്ളതാണ്. അതായത് അൻസിബ അന്ന് മുതൽ പറയുന്നുണ്ട്, കണക്കുകളുടെ ക്രമക്കേടുകൾ അൻസിബ അന്ന് മുതൽ പറയുന്നുണ്ട്. അൻസിബ പറയുന്ന കാര്യങ്ങൾ എന്താണ്? 1 കോടി രൂപയുടെ കണക്കുകൾ കാണിച്ചിട്ട് 75 ലക്ഷം രൂപ മാത്രമേ അവിടെയുള്ളൂ. ബാക്കി 25 ലക്ഷം രൂപയുടെ കണക്കുകൾ അൻസിബ ചോദിച്ചു. അന്ന് മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സാധാരണ ജനങ്ങൾക്ക് ബോധമുണ്ട്. നിങ്ങൾ ശ്വേതാമേനോൻ തുടങ്ങിയ ഭാരവാഹികൾക്ക് ബോധമില്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ബോധമുണ്ട്. അതായത് അൻസിബ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഈ, എന്താണ്, ഈ അമ്പലത്തിൽ നിന്ന് ഒരു സ്പോൺസർ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അവിടെ കണക്ക് കാര്യങ്ങൾ ചോദ്യം വന്നപ്പോഴാണ്, അന്ന് മുതലാണ് അൻസിബയ്ക്കെതിരായിട്ട് യാതൊരു കാര്യവും ഇല്ലാത്ത കാര്യങ്ങൾ അൻസിബയ്ക്കെതിരായിട്ട് പറഞ്ഞു വരുത്തിയത്. ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് അന്ന് വരെ അൻസിബ പറയുന്നുണ്ട്. അപ്പോൾ കേസ് കൊടുത്തപ്പോഴും അവിടെ വിജയം കിട്ടുന്നില്ല, നീതി കിട്ടുന്നില്ല. അപ്പോൾ എന്താണ്, പെട്ടെന്നൊരു കമ്മിറ്റി, എന്താണ്, ജനറൽ ബോഡിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം അപ്പോഴും കാണുന്നില്ല. വളരെയധികം താറുമാറായി പോയ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊന്നും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഒരു വാക്ക് സംസാരിക്കുവാനോ ആ കണക്കിനെ കുറിച്ച് പറയുവാനോ അവരുടെ ഭാഗത്തെ നിരപരാധിത്വം കാണിക്കുവാനോ അവരുടെ സത്യസന്ധത അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ കാണിക്കുവാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് അവിടെ ചോദ്യം ചെയ്യേണ്ട ആൾക്കാരുടെ ഉണ്ടായിരുന്നു. ബാബുരാജ് ഉണ്ടായിരുന്നു, മാലാപാർവതി ഉണ്ടായിരുന്നു. അൻസിബ മണിക്കൂറുകളോളം സംസാരിച്ചു, അൻസിബയുടെ ഭാഗം ക്ലിയറാക്കി. അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അംഗങ്ങളും ഈ അൻസിബയ്ക്ക് അനുകൂലമായിട്ട് സംസാരിച്ചു. അതൊന്നും രാഷ്ട്രീയമല്ല, അതൊന്നും ഒരു പക്ഷഭേദമായിട്ട് പറഞ്ഞതല്ല. അത് അവരൊക്കെ സത്യസന്ധതയ്ക്ക് വില കൊടുക്കുന്നവരാണ്. ഒരു അമ്മ ഗ്രൂപ്പ്, അമ്മ സംഘടന വളരെ നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള അംഗങ്ങളായിരുന്നു അവിടെ വന്നിട്ടുള്ള ഭൂരിപക്ഷം ആൾക്കാരും. കുറച്ച് ചില ഭാരവാഹികൾ, അവിടെ നിലവിലുണ്ടായിരുന്ന ഭാരവാഹികൾ ഒഴികെ അവിടെ വന്ന എല്ലാ അംഗങ്ങളും, അതായത് എത്ര കമ്മിറ്റിയാണ്? 400 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. 400 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണത്. അവിടെ ഈ കുറച്ച് പേരാണ് ഭാരവാഹികൾ. അവർക്കാണ് അറിവില്ലാത്തത്, അവർക്കാണ് കണക്കുകളുടെ ക്രമക്കേടുകൾ വന്നത്. കണക്കുകളുടെ ക്രമക്കേടുകൾ ഉണ്ടെന്ന് അൻസിബ പറഞ്ഞത് കൊണ്ടാണ് അത്രയും വലിയ ഇഷ്യൂസ് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സമ്മർദ്ദം മൂലം, അതായത് കേസ് പോലും എടുക്കാൻ തയ്യാറല്ല, ഒരു FIR പോലും ഇടാൻ തയ്യാറല്ല. പക്ഷേ എന്നിട്ടും കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നിട്ട് പോലും ഒരു അനുരഞ്ജനത്തിന് വേണ്ടി, സ്വന്തം സഹപ്രവർത്തകർക്ക് വേണ്ടി, അമ്മ എന്ന് പറയുന്ന സംഘടന നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി രമേഷ് പിഷാരടി അവിടെ ഇടപെട്ടു. ആ വോയിസ് ക്ലിപ്പാണ്. അതുപോലും പേഴ്സണലായിട്ട് സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് ശ്വേതാമേനോൻ. ഒരു പേഴ്സണൽ മെസ്സേജ്, അത് അനുകൂലമാകാം, പ്രതികൂലമാകാം, അനുരഞ്ജനമാവാം, എന്തുമാവട്ടെ, അത് രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ പോലും അറിവില്ലാത്ത എന്ന് തന്നെ പറയാം. ഈ ശ്വേതാമേനോൻ പോലുള്ള ആളുകൾ മുകളിൽ ഇരിക്കുമ്പോൾ, അതായത് ഭാരവാഹിത്വത്തിലേക്ക്, നേതൃത്വ സ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഇതല്ല, ഇതിന്റെ അപ്പുറവും പ്രതീക്ഷിക്കാം. അപ്പോൾ അൻസിബയ്ക്ക് നീതി കിട്ടേണ്ടതാണ് അത്യാവശ്യം. രമേഷ് പിഷാരടി, ജഗദീഷ്, ബാബുരാജ്, അൻസിബ, മാലാപാർവതി
തുടങ്ങിയ അംഗങ്ങൾ പഴയ അതുപോലെ രമേശ് പിഷാരടി പറയുന്നുണ്ട്, എനിക്ക് ഇതിനകത്ത് കടിച്ചു നോക്കി നിൽക്കേണ്ട കാര്യമില്ല. അതായത് എന്താ ജനറൽ ബോഡി പ്രശ്നങ്ങൾ, ജനറൽ ബോഡിയുടെ അന്ന് നടന്ന പ്രശ്നങ്ങൾക്ക് അലങ്കോലപ്പെട്ടപ്പോൾ ഒരു കമ്മിറ്റി നേതൃത്വ സ്ഥാനത്തേക്ക് വരാൻ ആരുമില്ലാതിരുന്ന സമയത്ത് അഡ്ഹോക്ക് കമ്മിറ്റി അവിടെ രൂപീകരിച്ചു. പെട്ടെന്ന് തന്നെ, അതായത് അടിയന്തരമായിട്ട് ഒരാളെ കമ്മിറ്റിയിലേക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് വന്നിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകേണ്ടതുകൊണ്ട് അഡ്ഹോക്ക് കമ്മിറ്റി അവിടെ രൂപീകരിക്കും. പെട്ടെന്ന് തന്നെ രമേശ് പിഷാരടി പോലെയുള്ള ജഗദീഷ് പോലെയുള്ള നല്ല ആളുകളെ, എല്ലാവർക്കും വിശ്വാസമുള്ള ആളുകളെ ഭാരവാഹിത്വത്തിലേക്ക് താൽക്കാലികമായിട്ട്, സ്ഥിരമല്ല താൽക്കാലികമായിട്ട് പെട്ടെന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കും. പ്രശ്നങ്ങളൊന്ന് ഒരു ഇതിലേക്ക് വരും, നന്മയുടെ ഒരു പാതയിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ള ശ്രമം എന്നുള്ള നിലയിൽ പെട്ടെന്ന് എല്ലാവരുടെയും ഒരു അംഗീകാരത്തോടു കൂടിയാണ് ജഗദീഷിനെയും രമേശ് പിഷാരടിയെയും ഇതിന് ഭാരവാഹിത്വത്തിലേക്ക് എടുത്തത്. അപ്പോൾ രമേശ് പിഷാരടി പോലുള്ള ആൾക്കാർ, ജഗദീഷും അതുപോലെയുള്ള താൽക്കാലികമായിട്ട് അഡ്ഹോക്ക് കമ്മിറ്റിയിൽ അവരെ ആക്കി, അവരെ അനുരഞ്ജനം, അതാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. അതായത് അവരെയാണ് നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് അവർക്ക്. വളരെ നല്ല രീതിയിൽ, അതായത് രമേശ് പിഷാരടി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, എനിക്കിവിടെ കളിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല, എന്നെ എല്ലാവരും വിശ്വാസം അർപ്പിച്ച ഒരു താൽക്കാലിക കമ്മിറ്റിയിലാക്കിയതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ചുമതല എനിക്കുണ്ട്, എന്റെ സഹപ്രവർത്തകരാണ് കഴിഞ്ഞു പോയ കാലത്തേതുപോലെ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞു പോയ കാലങ്ങളിൽ നേതൃത്വ സ്ഥാനത്ത് പല ആൾക്കാരും ഇതിനു മുമ്പ് ഇരുന്നിട്ടുണ്ട്. ശ്വേതാമേനോനൊക്കെയുള്ള കമ്മിറ്റിക്ക് മുമ്പായിട്ട് എന്താണ് ലാലേട്ടനും മമ്മൂക്കയും നേതൃത്വ സ്ഥാനത്ത് ഇരുന്നപ്പോൾ വളരെ നല്ല രീതിയിലാണ് പോയത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ അന്നുണ്ടായുള്ളൂ. അതൊരു വ്യക്തിയാണ്, ദിലീപും ആക്രമിക്കപ്പെട്ട നടിയുമായിട്ടുള്ള ഒരു വിഷയം മാത്രമേ അന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബഹളമുണ്ടാക്കിയാണ് ഇവർ കയറിയിരിക്കുന്നത്. പക്ഷേ അന്നുള്ള കമ്മിറ്റിക്കാർക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. ശ്വേതാമേനോനെ പോലുള്ള ആൾക്കാരെ ഒരിക്കലും എടുത്ത് തലയിൽ വെക്കരുതായിരുന്നു. അതാണ് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ വന്നത്. നിങ്ങൾക്ക് കൂടി വില പോയത് എങ്ങനെയാണ്? സിനിമാക്കാർക്ക് എല്ലാവർക്കും വില പോയത് എങ്ങനെയാണ്? ഈ ശ്വേതാമേനോൻ മുകളിലത്തെ തട്ടിൽ വന്നപ്പോഴാണ്. തന്നെ വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമേ അവിടെ മോശമായിട്ടുള്ളതുള്ളൂ. അവരെയാണ് പിടിച്ച് തലയിലോട്ട് വെച്ചത്. അവിടെയാണ് ഭാഗപ്പെട്ട് വന്നത്, അവിടെയാണ് തെറ്റ് പറ്റിയത്. ഒരു കാര്യം, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഷ്യൂസ് നേരിടുമ്പോൾ ഒരാൾ മതി. ഒരുപാട് പച്ചക്കറികൾ, നല്ല പച്ചക്കറികൾ ഉണ്ടെങ്കിൽ ഒരു പച്ചക്കറി അവിടെ ഒരു തക്കാളി ചീഞ്ഞു പോയാൽ ആ തക്കാളി എടുത്ത് ദൂരെ കളയണം. അല്ലെങ്കിൽ മറ്റുള്ളവരും കൂടി മറ്റുള്ള സാധനങ്ങളും കൂടെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ചീത്തയായി പോവും. അത് ഏതൊരു കാര്യം എടുത്താലും അത് തന്നെയാണ്. ഒറ്റ ഒരാൾ മതി നശിപ്പിക്കാനായിട്ട്, താറുമാറാക്കാൻ. ഒരു കുടുംബം താറുമാറാക്കാൻ ഒരാൾ പോരെ. അതുപോലെ തന്നെ താറുമാറാക്കാൻ, ഒരു ഗ്രൂപ്പിനെ താറുമാറാക്കാൻ, ഒരു ഗ്രൂപ്പിനെ അട്ടിമറിക്കാൻ സത്യസന്ധതയ്ക്ക് ഒരിക്കലും വില കൽപ്പിക്കാത്ത കുറെ എണ്ണത്തിനെ തലയിലെടുത്ത് വെച്ചാൽ, ഭാരവാഹിത്വത്തിലേക്ക് വന്നാൽ, നേതൃത്വ സ്ഥാനത്തേക്ക് വെച്ചാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. ഇനിയെങ്കിലും രമേശ് പിഷാരടി പോലുള്ള വളരെ നല്ല നേതൃത്വ സ്ഥാനത്തേക്ക് വരാനുള്ള ആളുകളെ ഇപ്പം കോടതിയിൽ നിന്ന് വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട്. രമേശ് പിഷാരടി എടുത്തു പറയുന്നുണ്ട്, എങ്ങനെയാണ് രാജിവെച്ചു പോയ ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ഒരാളുടെ പരാതിയിൽ എങ്ങനെ ഈ അഡ്ഹോക്ക് വന്ന പെട്ടെന്ന് തീരുമാനമെടുത്ത് ഭാരവാഹിത്വത്തിലേക്ക് എടുത്ത എന്നെ റദ്ദാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ക്യാൻസൽ ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട്, സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണമെങ്കിൽ എങ്ങനെ അത് സാധ്യമാകും? പക്ഷേ ഇതൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് പരാതിയില്ല, ഞാൻ ഒരു കാര്യത്തിനും മുൻപോട്ട് പോകുന്നില്ല. കോടതിയിൽ പോയി വേണമെങ്കിൽ എനിക്ക് തെളിയിക്കാം, എനിക്ക് ന്യായം വേണമെങ്കിൽ കൊണ്ടുവരാം, എനിക്ക് നേതൃത്വ സ്ഥാനത്ത് വേണമെങ്കിൽ ഇരിക്കാം. പക്ഷേ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ കടിച്ചു തൂങ്ങാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ വോയിസ് ക്ലിപ്പ്, പേഴ്സണലായിട്ട് സംസാരിച്ച വോയിസ് ക്ലിപ്പ് ശ്വേതാമേനോൻ പുറത്ത് വിട്ടിരിക്കുന്നത് വളരെ ഖേദകരമായി പോയി എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സത്യാവസ്ഥയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അദ്ദേഹം സത്യാവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. അതായത് ഒരു അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ അനീതി കണ്ടപ്പോൾ, അതായത് കണക്കുകളിൽ ക്രമക്കേട് കണ്ടപ്പോൾ, ഒരംഗം, അതായത് ഒരു ഭാരവാഹിയാണ്, അൻസിബ ഭാരവാഹിയാണ്, ആ ഭാരവാഹിയായ ഒരാൾ ചോദ്യം ചെയ്തപ്പോൾ അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ്. അതായത് കൂട്ടായ ചർച്ചയിലൂടെ, കൂട്ടായ ഗൂഢാലോചനയിലൂടെ ഒരാൾക്കെതിരെ, അതായത് അൻസിബയ്ക്കെതിരെ വന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ആ പ്രശ്നങ്ങളുടെ പുറകെയാണ് ഒന്നായി വീണ്ടും താഴ്ന്നു കൊടുക്കാനാവാതെ തങ്ങളുടെ കുറ്റങ്ങൾ സമ്മതിക്കാൻ മനസ്സില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകകൊണ്ടാണ് നല്ല ആൾക്കാർക്ക് പോലും അവര് നല്ല രീതിയിൽ കൊണ്ടുപോയ ആ ഒരു ഗ്രൂപ്പ് അതുപോലെ തന്നെ വളരെ സന്തോഷത്തോടുകൂടി, വളരെ എൻജോയ് ചെയ്ത്, വളരെ ഹാപ്പിയായി, വളരെ നല്ല രീതിയിൽ, വളരെ സത്യസന്ധമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹത്തോടു കൂടി അനുരഞ്ജനത്തിനാണ് രമേശ് പിഷാരടി ശ്രമിച്ചത്. നമുക്ക് വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. വളരെ സംസ്കാരം നിറഞ്ഞ ഒരു സംസാരമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ശ്വേതാമേനോൻ എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ജനറൽ ബോഡിയുടെ കാര്യം എടുത്തിരിക്കുകയാണ്. എന്ത് ഇനി മുമ്പോട്ട് ചെയ്യാം എന്നുള്ളത് അല്ല അവരവിടെ പറയുന്നത്. അവർ കുറെ അങ്കിൾ എന്നൊക്കെ കുറെ പേരെ സംബോധന ചെയ്യുന്നുണ്ട്. ഏതെങ്കിൾ, എവിടുത്തെ അങ്കിൾ? അദ്ദേഹം ഇവരുടെ പ്രായവും അറിയാം. ഇവരെന്നെ അത്ര കുഞ്ഞുമാവ കളിക്കാനൊന്നുമില്ല, കുഞ്ഞുമാവ കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഒരു അങ്കിളും ഇല്ല. ഒരു അങ്കിൾ എന്ന് വിളിക്കാൻ മാത്രമുള്ള പ്രായമൊന്നുള്ള ആൾക്കാരല്ല അവിടെ ഉള്ളത്. അത് പോട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ സംസാരത്തിന്റെ ശൈലിയായിട്ട് മാത്രമേ അത് നമ്മൾ എടുക്കുന്നുള്ളൂ. അതൊക്കെ പോകട്ടെ. പക്ഷേ ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ്, പേഴ്സണൽ കാര്യമല്ല. രമേശ് പിഷാരടി എടുത്തിട്ട് പറഞ്ഞിട്ട് ഇതൊരു പൊതുവായിട്ടുള്ള കാര്യമാണ് എങ്കിൽ കൂടി പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു അനുരഞ്ജനത്തിന് വേണ്ടി അദ്ദേഹം നന്മയിലേക്ക് കൊണ്ടുവരാൻ ആണ് ശ്രമിച്ചത്. അത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. കുറെ പേർക്ക് വിവരമില്ലെന്ന് പറഞ്ഞാൽ, കേൾക്കുന്ന ജനങ്ങൾക്കൊന്നും വിവരമില്ലാത്ത ആൾക്കാരല്ല കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മീഡിയാസിൽ വന്ന് സംസാരിക്കുമ്പോൾ ഈ വോയിസ് ക്ലിപ്പ് ഒക്കെ പുറത്തേക്ക് വിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവരമില്ലെന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് വിവരമില്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. അവിടെയാണ് നിങ്ങൾക്ക് പാളിച്ച ഉണ്ടായത്. ഈ അമ്മയുടെ പ്രശ്നങ്ങളെല്ലാം ഇനിയും
തുടരും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ അമ്മയിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് ആര്? ശ്വേതാ മേനോൻ. ഓക്കെ, താങ്ക് യു.